ഫ്ലവേഴ്സ് ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന ഈ ആരാധന പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. We welcome everyone who is joining us from different parts of the world to an hour of prayer, praise and worship. Let's come boldly to the throne of God and call him Abba Father and sing hallelujah to his lofty name. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടി വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധ നാമത്തിന് രണ്ട് കരങ്ങളും ഉയർത്തി ലൂക്കോസ് 1:37 നാം വായിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. We read in Luke Gospel chapter 1 verse 37. There is nothing impossible with God. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സകലതും സാധ്യമായ സൃഷ്ടിതാവാം ദൈവത്തിന്റെ മുൻപാകെ രണ്ട് കരങ്ങളും നിവർത്തി നമുക്ക് ഒന്നിച്ചു ചേർന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്ത് വരുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. 27-ാം സങ്കീർത്തനം ബൈബിളിൽ പരിചയിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഭയം നിറഞ്ഞ സാഹചര്യത്തിൽ, ജീവിതം ആകെ കലുഷിതമായ വേളകളിൽ മിക്കപ്പോഴും ആളുകളെടുത്ത് വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 27-ാം സങ്കീർത്തനം. The Lord is my light and my salvation. Whom shall I fear? നമുക്കറിയാം, പോസ്റ്റ്മാന് നമ്മുടെ അഡ്രസ്സിലേക്ക് കത്തുകൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പേരിലുള്ളതല്ല എങ്കിൽ ചിലപ്പോൾ വീട്ടുപേര് ഒരേപോലെയുള്ളത് എന്ന് തോന്നിയേക്കാം. നമ്മുടേതല്ല എങ്കിൽ നമ്മളത് കൈ ഒപ്പിട്ട് വാങ്ങാറില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ശത്രുവായ പിശാച് ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ നിന്ന് ഭയമുളവാക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ മുൻപായി വന്ന് നിന്ന് നമ്മെ ഭീതിപ്പെടുത്തുവാൻ നിൽക്കുമ്പോൾ നാം അത് സൈനിട്ട് വാങ്ങാതിരുന്നാൽ ആ കൊണ്ടുവന്ന സാധനവുമായി ആ പോസ്റ്റ്മാൻ തിരികെ പോകുന്നത് പോലെ ആ പിശാച് തിരികെ പോകും. അത് എന്റെ അഡ്രസ്സില് എനിക്ക് വേണ്ടിയുള്ളതല്ല, നീ കൊണ്ടുവന്നത് നീ കൊണ്ടുപോയിക്കൊള്ളൂ. Can we reject every sort of fear that the enemy is bringing towards us this morning? നമ്മുടെ മുമ്പിലേക്ക് പിശാച് കൊണ്ടുവരുന്ന ഭയത്തിന്റെ സകല വസ്തുക്കളെയും നമുക്ക് തിരികെ വിടാൻ കഴിയുമോ? ഭക്തൻ പറയുന്ന നോക്കിക്കേ, ജീവിതത്തിൽ കലുഷിതമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ, when he was perplexed, when he was in confusion, when he was in affliction and pain, he went to the Lord, received the word from the Lord, and it says, whom shall I fear? If the Lord is my fortress,
my light and my salvation. എന്റെ ദൈവം എന്റെ വെളിച്ചമാണ്, എന്റെ ഗോപുരമാണ്, എന്റെ ഉറപ്പുള്ള സങ്കേതമാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? Whom shall I fear if I have Jesus in my life? യേശു എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? എന്നെ ശ്രദ്ധിക്കൂ, ആ ചിന്താക്കുഴപ്പം നമ്മൾ ഇപ്പോൾ വിട്ടുമാറും. ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഭയത്തിന്റെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്ന് ശാസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഭയത്തോടുകൂടെ ജീവിക്കാനുള്ളവരല്ല. യേശു പറഞ്ഞു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നമുക്ക് ദൈവം തരുന്ന ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ ഈ പകൽ സ്നേഹത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ് യേശു താങ്കൾക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു. കിടക്കയിലാണ് കിടക്കുന്നതെങ്കിലും, ആശുപത്രിയിലാണെങ്കിലും അവിടെ കിടന്നുകൊണ്ട് കഴിയുമെങ്കിൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി അവനങ്ങളുടെ സന്നിധിയിലേക്ക് ഉയർത്തി, യേശുവേ എനിക്ക് എന്നെ ആവശ്യമുണ്ട്. I don't want to live in fear and intimidation. കർത്താവേ, ഭയത്തിന് അടിമയായി ഞാൻ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. I need desperately, Lord, a life of freedom that Jesus gives. യേശു നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ ജീവിതം എനിക്ക് വേണം എന്ന് പറയുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ കരങ്ങൾ രണ്ടും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു കഴിഞ്ഞ വർഷങ്ങളായി അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന ഭയത്തിന്റെ സകലവിധ വിഷമതകളിൽ നിന്ന് യേശുവിന്റെ ആത്മാവിനാൽ അവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശ്രേഷ്ഠതയാൽ അവിടുന്നവരെ നിറയ്ക്കും. ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. Beloved, you are born to live a life of freedom in Jesus. നിങ്ങൾ യേശുവിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ജീവിതം ജീവിക്കുവാൻ ജനിച്ച വ്യക്തിയാണ്. ചേർന്ന് യേശു ചെയ്ത അത്ഭുതത്തെ കുറിച്ചും അടയാളത്തെ കുറിച്ചും വീര്യപ്രവൃത്തികളെ കുറിച്ചും ഇന്ന് ഞാൻ സംസാരിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് പഞ്ചമി എന്നൊരു സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചിങ്ങനെയാണ്, അവരൊരു കസിൻ ജോലി സ്ഥലത്ത് വെച്ചൊരു അപകടമുണ്ടായി. രണ്ടുപേരിലും മുറിഞ്ഞ് തൂങ്ങി കിടക്കുക. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ആ പേരിൽ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിന് മറുപടിയായിട്ട് പേരിൽ മുറിച്ചു കളയേണ്ടി വന്നില്ല. അതിലേക്ക് ദൈവിക ജീവൻ വ്യാപരിച്ചു. അത് തന്നെ തുന്നി ചേർക്കുവാനും ദൈവം സഹായിച്ചു. അവര് പറഞ്ഞ വാക്ക് നോക്കിക്കേ, വിരൽ തൂങ്ങിക്കിടന്നിടത്ത് മുറിച്ച് കളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ജനം ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ നന്മ ആ വിരലുകളിലേക്ക് ദൈവിക ജീവൻ വ്യാപരിച്ചു. ഡോക്ടർമാർ ആ വിരലുകൾ വീണ്ടും തിരിച്ച് തുന്നി ചേർത്ത് വെച്ചു. യേശു എത്ര നല്ലവൻ. യേശു തരുന്ന ജീവൻ സമൃദ്ധമായ ജീവനാണ്. എറണാകുളത്ത് ജോർജിൽ നിന്ന് സാധനം വിളിച്ചത് ദുബായിലായിരിക്കുന്ന മകൾക്ക് മാസങ്ങളായി ജോലിയില്ലാതെ ആയിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ നല്ലപോലെ പാസ്സാകുവാനും ജോലി ലഭിക്കാനും യേശു സഹായിച്ചു. നല്ല വിജയം കരസ്ഥമാക്കാനും നല്ല ജോലിയിൽ പ്രവേശിക്കാനും ദൈവം അവർക്കിടയാക്കി രണ്ട് കരങ്ങളും അടിച്ച് നമുക്ക് ഒന്നിച്ച് കർത്താവിന് മഹത്വം അർപ്പിക്കാം. അതുപോലെ സൂസമ്മ കോശി എന്ന് പറയുന്ന ഒരു മാതാവ് ലേക്ചോർ ICU കിടക്കുകയാണ്. അപ്പൊ മാതാവിന്റെ സഹോദരങ്ങളെല്ലാം ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പൊ അവര് പറഞ്ഞത് ബന്ധുക്കളൊക്കെ കാണാൻ വരുമ്പോൾ എപ്പോഴാണ് അടക്കണ്ട, എവിടെയാ അടക്കണ്ട എന്നൊക്കെയാണ് സംസാരിക്കും. കാര്യം അതുപോലെ ലാസ്റ്റ് സ്റ്റേജ് ആണ്, യാതൊരു ചാൻസും ഇല്ല. പക്ഷെ എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിയായി അവർക്ക് ഓർമ്മ തിരികെ കിട്ടി, ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ച് സാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയാൻ സാധിച്ചു. ഡോക്ടർമാർ പ്രതീക്ഷയ്ക്ക് വകയില്ല,
ബന്ധുക്കളും സഹോദരങ്ങളും കൂടി മരണം സംഭവിച്ചാൽ എവിടെ അടക്കണം എന്നുള്ളത് ചർച്ച ചെയ്തിരുന്ന ആരായിരുന്നത്? സൂസമ്മ കോശി. ഒരു കോൺവെന്റിലെ സിസ്റ്ററാണ്. 68 വയസ്സുള്ള ഒരു കോൺവെന്റിലെ സിസ്റ്ററാണ്. ആ സിസ്റ്ററിന്റെ സഹോദരങ്ങളാ ഇവിടെ പറഞ്ഞത്. എവിടെ അടക്കണം എന്ന് പോലും അവർ സംസാരിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് യേശു അവരെ സ്പർശിച്ചപ്പോൾ ഇപ്പോൾ ആ ഡോക്ടേഴ്സ് പറയുന്നത് ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇന്ന് എന്നോട് ചേർന്ന് അടുത്തത് വായിക്കുന്നതിന് മുമ്പ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് അവർ പഠിച്ച ശാസ്ത്രം അനുസരിച്ച് അവർ കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ് അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ശാസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നുണ്ട്. അത് പഠിച്ച് നമ്മുടെ നല്ല ഡോക്ടേഴ്സിന് ആ രംഗത്ത് നമ്മെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വാഭാവിക തലത്തിൽ അവർ പറഞ്ഞതിനെ അസ്വാഭാവിക തലത്തിൽ ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് സൗഖ്യവും ആരോഗ്യവും ജീവനും വിടുതലും നൽകുവാൻ യേശു നമുക്കായുണ്ട്. യേശു സൃഷ്ടിതാവാം ദൈവമാണ്. Jesus is never a manufacturer. Jesus is a creator God. യേശു ഒരു നിർമ്മാതാവല്ല, യേശു സൃഷ്ടിതാവാ. കേടായിപ്പോയ അവയവത്തെ പുനഃസൃഷ്ടിച്ചു തരുവാൻ യേശു സർവശക്തനാ. ഇല്ലാതായ എടുത്തു മാറ്റിയ അവയവത്തെ അവിടെ തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ യേശു വിശ്വസ്തനാ. അടുത്ത പ്രൈസ് റിപ്പോർട്ട് കേൾക്കുന്നതിന് മുമ്പ് ഇന്ന് ആ അത്ഭുതം യേശു താങ്കൾക്ക് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു, നമുക്ക് ചെയ്തു തരുവാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് വേണ്ടി യേശുവേ അങ്ങയുടെ കരം നീട്ടണം. എന്റെ പ്രിയപ്പെട്ടവർക്കായി അവിടുന്ന് പ്രവർത്തിക്കണം. ആ വ്യക്തിയാണ് താങ്കളെങ്കിൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ആശയ്ക്ക് വകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ആ പ്രിയ സിസ്റ്ററിനെ അവിടുന്ന് സൗഖ്യമാക്കിയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ പകൽ സൗഖ്യത്തിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി, വിടുതലിന് വേണ്ടി നിന്റെ സന്നിധി കേഴുന്ന 10,000 ജീവിതങ്ങളെ ഇന്ന് അവിടുത്തെ സ്പർശനത്താൽ സൗഖ്യമാക്കുക. അവിടുന്ന് അവരെ സൗഖ്യമാക്കിയ വിവരം അടുത്ത ദിവസം അവരുടെ വായി കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കട്ടെ. അവിടുത്തെ തിരുവെഴുത്ത് ഞങ്ങൾ വായിക്കുന്നു. അവിടുന്ന് വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവിടുത്തെ വചനത്തിൽ വീണ്ടും ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. കർത്താവേ, ആ വചനത്തെ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നു. ക്യാൻസർ മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ, ഹൃദ്രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ മറ്റോരോ അവയവങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. സമ്പൂർണ്ണ സൗഖ്യം ഞങ്ങളോടൊപ്പം യേശുവിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ഹോസന്ന 2 കരങ്ങളും ഹല്ലേലൂയ ഹോസന്ന. പറഞ്ഞൊരു സഹോദരി വിളിച്ച് പറഞ്ഞിങ്ങനെ 3-ാം തീയതി വാട്ടർ അതോറിറ്റി ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് പ്രേയിങ് കേരളയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന്റെ മറുപടിയായി ജോലി ലഭിച്ചു. ഇന്നലെ ജോയിൻ ചെയ്ത് അതിൽ പ്രവേശിച്ചു എന്ന് പ്രാർത്ഥിച്ചെല്ലാവരുള്ള നന്ദി അറിയിച്ചേക്കും. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു കർത്താവ് നല്ല ജോലി കൊടുത്തു. അത് ഇന്നലെ ആ വ്യക്തി ജോലിയിൽ പ്രവേശിച്ചു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വർഷങ്ങൾ അപേക്ഷയുമായി നടന്നിട്ട് മുട്ടാവുന്ന സകല വാതിലുകളും മുട്ടി ആശയ്ക്ക് വകയില്ലാത്തവരായി നിരാശയും ദുഃഖവും പേറി ജീവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? സന്തോഷത്തോടെ പറയട്ടെ, യേശു നിങ്ങൾക്ക് ഒരു വാതിലാണ്. നിങ്ങൾക്ക്, നമുക്ക്, ലോക മനുഷ്യന് എല്ലാവർക്കും യേശു വാതിൽ. ജീസസ് ഈസ് ദ ഡോർ ഫോർ യുവർ ലൈഫ്. യേശു താങ്കൾക്കൊരു വാതിലാണ്.
ആകയാൽ ഈ സന്ദർഭത്തിൽ പാസ്റ്റർ അടുത്തത് വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകുക. ഒന്നിച്ച് ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ മക്കള് ജോലിയില്ലാതെ പഠനം കഴിഞ്ഞു, പക്ഷെ ജോലിയില്ലാതെ എവിടെ ചെന്നാലും റിജക്റ്റഡ് ആകുന്ന അവസ്ഥയിൽ നിന്ന്, ഡിസ്ക്വാളിഫൈഡ് ആകുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് യേശു ആ ശാപത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുവാൻ ഇഷ്ടപ്പെടുന്നു. രണ്ട് കരങ്ങളും യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്ത അനേകം സഹോദരങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ കേട്ട ഈ പ്രൈസ് റിപ്പോർട്ട് പോലെ കർത്താവേ, അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ. അനേക വാതിലുകൾ മുറ്റിട്ടും തുറക്കപ്പെടാതിരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലി അവർക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർ ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ ദൈവകൃപ അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തത് വായിക്കുമെന്ന് എനിക്കറിയാം. എന്റെ വായിക്കട്ടെ. റാണി കാട്ടാക്കട വസ്തു ഒത്തുതീർപ്പാക്കുന്ന കാര്യം നാളുകളായി പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ദൈവജനത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. ആ കാര്യം വിജയിച്ചു. മാത്രമല്ല കുറച്ച് പൈസ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ബോണസൂടെ കർത്താവ് തരുന്നത് ഒരു എക്സ്ഗ്രേഷ്യ, പ്രതീക്ഷിക്കാത്തൊരു മറുപടി, പ്രതീക്ഷിക്കാത്തൊരു നന്മ കൂടെ യേശുവിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങളും അപഹരിക്കപ്പെട്ടത് ലഭിക്കേണ്ടത് ലഭിക്കാതെയും ഇരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് താങ്കൾക്ക് വേണ്ടി യേശു പ്രവർത്തിപ്പാൻ ഇഷ്ടപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കരുതോ? ഇവിടെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നതിൽ വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന അവകാശം ലഭിക്കേണ്ടത് മൂത്ത സഹോദരൻ കൊടുക്കുന്നില്ല, അല്ല ഇളയ സഹോദരി കൊടുക്കുന്നില്ല, ഒപ്പിടുന്നില്ല, കേസ് അപഹരിച്ചു കൊണ്ടുപോയി വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി, വക്കീലത് അപഹരിച്ചെടുത്തു, നിഷ്കളങ്കരെ ചതിച്ചു എന്ന് വേണ്ട നൂറുകണക്കിന് ഇഷ്യൂസ് ഇവിടെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയാറുണ്ട്. ഈ പകൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശു അഭിഷേകത്തിന് മേൽ ഇറങ്ങി പ്രവർത്തിക്കും. അത്ഭുത കരം, കർത്താവിന്റെ കരം അഭിഷേകത്തിന്റെ മേൽ വയ്ക്കും. ഇന്ന് വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് രണ്ട് കരങ്ങളോടൊപ്പം കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രഭാതി വീണ്ടും പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായി ഭാരപ്പെടുന്ന സകല വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ, അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ, അങ്ങ് ഇറങ്ങിച്ചെന്നതിന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രയാസത്തിലുള്ള അവർ കടന്നു പോകുന്നുവോ അതിനകത്ത് അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും ഇപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത്, എങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഏത് വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വിറ്റ് പോകേണ്ട നല്ല വിലയ്ക്ക് വിറ്റ് പോകട്ടെ. കർത്താവേ, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അത് ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വസ്തുവിനുള്ള കേസുകൾ മാറട്ടെ. കർത്താവേ, ന്യായങ്ങൾ മാറട്ടെ. കർത്താവേ, അവർക്ക് കർത്താവെ വേണ്ടിയത്, കർത്താവെ അവർക്ക് കർത്താവെ ഹാലിൽ അനുകൂലമായത് അത് അവരുടെ കരങ്ങളിൽ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ, ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി കൂടെ വായിച്ചിട്ട് വേഗം പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കണം. ട്രിവാൻഡ്രത്ത് പ്രമോദ് ഒരു സഹോദരൻ വിളിച്ചിങ്ങനെ പറഞ്ഞത്, 1 ലക്ഷം രൂപ ഒരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങിയതാണ്. പക്ഷെ 5 ലക്ഷം രൂപയോളം പലിശ സഹിതം തിരിച്ചടച്ചിട്ട് അദ്ദേഹം വീണ്ടും പണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പ്രേം കേരളയിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ഫലമായി പ്രശ്നം പരിഹാരമായി. അദ്ദേഹം ഇപ്പം പറയുന്നത് സന്തോഷം, സമാധാനം എന്തെന്ന് ഇപ്പോഴാണ് താൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്ന്. സന്തോഷവും സമാധാനവും ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതത്തിൽ യേശു നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമായി ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ, ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാവരുടെയും അധ്വാനത്തിന് അത് പ്രതിഫലമാണ്. പ്രമോദിനെ പോലെ ജനകോടികൾ യേശുവിന്റെ സന്തോഷവും സമാധാനവും നിത്യജീവനും അനുഭവിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ട് കരങ്ങളും ഉയർത്തി
16/4/2013 ഇന്ന് അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് പങ്കെടുക്കുന്നു. അത് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല വിജയം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ശാന്തി കാട്ടാക്കടയിൽ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവ പ്രവൃത്തി ഈ മകളുടെ വിഷയത്തിന്മേൽ ഉണ്ടാകട്ടെ, ഉയർന്ന വിജയം കരസ്ഥമാക്കട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. പെരുന്നാട്ടിൽ നിന്ന് ഗിൽബർട്ട് വിളിച്ചിരിക്കുന്നു. വൈഫിന് ശ്വാസമുട്ടലാൽ ഭാരപ്പെടുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ മകൾ ആശ്വാസം പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് വിക്രമൻ വിളിച്ചിരിക്കുന്നു. ഭവനത്തിന്റെ പണി പൂർത്തിയാക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ജോലി കാരണം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആന്റി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. ഭവനത്തിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ കർത്താവെ സാമ്പത്തികത്തിന്റെ പുതിയ വഴികൾ തുറന്നു വരട്ടെ. ആരാധനയ്ക്ക് പോലുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വർക്കലയിൽ നിന്ന് വീണ വിളിച്ചിരിക്കുന്നു. സഹോദരൻ ഭയങ്കര മദ്യപാനം, ഭവനത്തിൽ സ്വസ്ഥതയില്ല. പരിശുദ്ധ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. എന്റെ മകന്റെ മദ്യപാനത്തിൽ ആസക്തി കെട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ലിൻസി തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് റെനിക്ക് കാലിന് 5 സ്റ്റിച്ച്, ഡയബറ്റിക് പേഷ്യന്റ് ആണ്, പൂർണ്ണമായി സൗഖ്യം വേണം. ലിൻസിക്ക് ജോലി സ്ഥലത്തേക്ക് കടന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ സ്റ്റിച്ചുകൾ എത്രയും വേഗം കരിയട്ടെ. ലിൻസിക്ക് എത്രയും വേഗം തന്നെ കർത്താവെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകാനുള്ള വഴിയും വാതിലും തുറന്നാട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടൂരിൽ നിന്ന് ജയ വിളിച്ചിരിക്കുന്നു. തന്റെ സഹോദരൻ മാനസിക വിഭ്രാന്തിയാൽ 7 മാസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ മകനിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ, അവന്റെ മാനസിക വിഭ്രാന്തി മാറിപ്പോകട്ടെ, ദൈവത്തിന്റെ സമാധാനത്താൽ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്റ്റീഫൻ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 3.5 ലക്ഷം രൂപ കടമുണ്ട്, ബിസിനസ് അഭിവൃദ്ധിപ്പെടണം, ഭാര്യയ്ക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, യൂട്രസിൽ മുഴയുണ്ട്, കുടുംബത്തിൽ സമാധാനം വേണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ സ്തോത്രം. ആ അസുഖത്തിലിരിക്കുന്ന ആ വൈഫിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവെ അങ്ങ് ബലപ്പെടുത്തിയാട്ടെ. കർത്താവെ കടഭാരങ്ങൾ മാറട്ടെ, ബിസിനസ് അഭിവൃദ്ധിപ്പെടട്ടെ, പുതുവഴികൾ തുറക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ, മക്കളെ അനുഗ്രഹിച്ചാട്ടെ. അങ്ങ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്ഥിരമായി ലഭിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയി ആ മകനോട് പെർമനന്റ് ജോലി ലഭിക്കാനിടയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. ജോർജ് പിടിച്ചിരിക്കുന്നു. മകന് ബാംഗ്ലൂരിൽ ബൈക്ക് ആക്സിഡന്റ് ആണ്, അടുത്ത ആഴ്ച ഡൽഹിയിലേക്ക് കടന്നു പോകണം. അതിനു മുമ്പ് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ആ രോഗശീലായിരിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മുറിവുകൾ എത്രയും വേഗം തന്നെ കരിഞ്ഞ് പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവെ ഡൽഹിയിലേക്ക് കടന്നു പോകാൻ നിന്റെ മകനെ ബലപ്പെടുത്തിയാട്ട്, ആയുസ് ആരോഗ്യം കൊടുത്താട്ട്. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവ് 3-4 ദിവസമായി ആഹാരം കഴിക്കുന്നില്ല. സുലോചന ട്രിവാൻഡ്രത്തിൽ നിന്ന് പ്രത്യേകം അർജന്റായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞൊരു വിഷയമാണ്. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആ പിതാവിന്റെ മേൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ, നന്മ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുക. യേശു ചെയ്ത വലിയ വിടുതൽ അവർ സാക്ഷ്യപ്പെടുത്തട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. ഐസക് സജി എബ്രഹാം, ഹാർട്ടിലും സ്റ്റൊമക്കിലും ക്യാൻസർ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, പപ്പ ഇല്ല. എലിസബത്ത് പഠിപ്പിക്കുന്ന കുട്ടി, തിരുവല്ലയിൽ നിന്ന് മിസ് എലിസബത്ത് ആണ് ഇത്. തീർച്ചയായിട്ടും ആ വിഷയത്തിനായി പ്രാർത്ഥിക്കാം. ഒരു ടെലിഫോൺ കോൾ ഉണ്ട് നമുക്ക്. ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ജോർജ്. ഹലോ ഹലോ സാറെ പറഞ്ഞാട്ട്, തിരുവനന്തപുരത്ത് നിന്ന് ജോർജ് ഫിലിപ്പാണ് വിളിക്കുന്നത്. സാറ് പറഞ്ഞാട്ട്, ജോർജ് ഫിലിപ്പ്. ജോർജ് ഫിലിപ്പാണ് വിളിക്കുന്നത്. പറഞ്ഞാട്ട് ജോർജ് ഫിലിപ്പ്. ഹലോ, എന്റെ മകൻ ബാംഗ്ലൂർ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞാട്ട്. എന്റെ മകൻ ബാംഗ്ലൂരിലുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. എന്റെ മകൻ ബാംഗ്ലൂരിലുണ്ട്. വൈഫ് അവിടെ ഈയിടെ മാരേജ് കഴിഞ്ഞതാണ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് സാർ പറഞ്ഞാട്ട്. ഈയിടെ മാരേജ് കഴിഞ്ഞതാണ്. പെൺകുട്ടിയുടെ കുടുംബം ഡൽഹിയിലാണ്.
രണ്ടുപേരും കൂടെ ബാംഗ്ലൂരിൽ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലെ ഒരു കുഴിയിൽ ബൈക്ക് വീണ് ഒരു കാറിന് സൈഡ് കൊടുത്തപ്പോൾ ഒരു കുഴിയിൽ വീഴുകയും മകന്റെ മുഖത്തെല്ലാം പരിക്കേൽക്കുകയും മുഖമെല്ലാം നീര് വന്ന് വീർക്കുകയും നാക്ക് മുറിയുകയും ചുണ്ട് മുറിയുകയൊക്കെ ചെയ്തു. സംസാരിക്കാൻ വയ്യ, ഭയങ്കര വേദന. 21 തീയതി ഡൽഹിയിൽ ഒരു റിസപ്ഷന് പോകാനിരിക്കുകയാണ്. എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിരിക്കുകയാണ്. പോകാൻ പ്രയാസമായിരിക്കും ഈ അവസ്ഥയിൽ. അതുപോലെ തന്നെ വൈഫിന്റെ കാല് മുറിയുകയും നീരൊക്കെ വെച്ചു. മോന്റെ കാലിൽ ബൈക്ക് വീണ ഹെവി ബൈക്കാണ്, എൻഫീൽഡ് ബുള്ളറ്റ്. കാലെല്ലാം നീരും കാലിന് വേദനയും, നടക്കാൻ വയ്യ. റിസപ്ഷന് 21 തീയതി ഡൽഹിക്ക് പോകേണ്ടതാണ്. എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ശ്രമിച്ചിരിക്കുകയാണ്. അറിയത്തില്ല. സുഖപ്പെടാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് ഒക്കെ വെച്ചു. നമുക്കൊന്നിച്ച് ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് മിസ്റ്റർ ജോർജ് ഫിലിപ്പിന്റെ മകനും മരുമകളും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബൈക്കിയുടെ കാറിന് സൈഡ് കൊടുക്കുമ്പോൾ കുഴിയിൽ വീണ് ആ മകനും വൈഫിനും നല്ല പരിക്കുകളുണ്ട്. മുഖത്തും ശരീരത്തിൽ പലയിടത്തും നീരുകളും, നാക്ക് മുറിഞ്ഞ് സംസാരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി. 21 തീയതി ഡൽഹിയിൽ അവർക്ക് റിസപ്ഷന് പങ്കെടുക്കേണ്ടതാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മക്കൾക്ക് 2 പേർക്ക് സൗഖ്യമുണ്ടാകട്ടെ, തികഞ്ഞ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നോർമൽസി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ഈ വാത്സല്യ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. വിളിച്ചിരിക്കുന്നു തോമസ് ഹാർട്ട് അറ്റാക്കിനെ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ തോമസ് ബ്രദറിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരം നീട്ടി ആ മകനെ സൗഖ്യപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതൊക്കെ ഇടയാണ് യേശുവിന്റെ നാമത്തിൽ. മണകാടുന്ന തങ്കത്തിൽ സൗരം വിളിച്ചിരിക്കുന്നു മകൻ ബിബിന് ഇന്ന് എഞ്ചിനീയറിംഗിന്റെ എക്സാം നടക്കുക പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ബിബിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ മകന്റെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് തുടർന്ന് നടക്കുന്ന എല്ലാ എക്സാമിലും ഞങ്ങളുടെ സാന്നിധ്യം നിറയ്ക്കണം, ഉന്നത വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ശാന്തി വിളിച്ചിരിക്കുന്നു. എഡ്യൂക്കേഷൻ ലോൺ അപേക്ഷിച്ചിരിക്കുന്നു. ഇതേവരെ അത് ശരിയായിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ ലോൺ കർത്താവ് മകൾക്ക് അനുകൂലമായി തന്നെ എത്രയും വേഗം സാങ്ഷൻ ആവുന്ന ഇടയാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രമാണത്തിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. മരുമകള് മകനും മാനസികമായിട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങട്ടെ. കടന്നു പോകുന്ന പ്രയാസങ്ങളെ അങ്ങ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ മാനസിക പ്രയാസത്തിന് അങ്ങ് വിടുവിച്ച് സന്തോഷം സമാധാനം നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നത് സുജാത കരുതാമ്പള്ളി എന്നാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സുജാത സിസ്റ്ററെ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം നീട്ടി നിന്റെ മകളെ നീ സൗഖ്യപ്പെടുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ആ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് മാമി വിളിച്ചിരിക്കുന്നു. മക്കളുടെ വിവാഹം നടക്കണം. മകന് 37 വയസ്സ്, മകൾക്ക് 32 വയസ്സ്. 2 പേരുടെ വിവാഹം നടക്കണം പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങൾ കുഞ്ഞുങ്ങൾ 2 പേരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ഈ ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ അങ്ങ് പൊതിയാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു എലിസബത്ത് എന്ന പേരുള്ള ഒരു ടീച്ചർ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥി ഐസക് സജി എബ്രഹാം, പിതാവില്ല, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുഞ്ഞ് ഹാർട്ടിലും സ്റ്റൊമക്കിലും ക്യാൻസർ, പപ്പ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം ഈ കുഞ്ഞിൻ്റെ സ്ഥിതി. അപ്പനില്ല. ആ കുഞ്ഞിന് 2 വയസ്സ് പ്രായം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള കുഞ്ഞിന് വയറിലും ഹൃദയത്തിലും ക്യാൻസർ ബാധിച്ചിരിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ഞങ്ങളോട് ചേർന്ന് ലോകരാജ്യങ്ങളിൽ എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഒരു നിമിഷം സ്തോത്രം ചെയ്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഐസക് സജി അബ്രഹാം എന്ന 7 വയസ്സുള്ള ഈ മകനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ
അനുഗ്രഹിക്കുന്നു. അവൻ സൗഖ്യമാകട്ടെ. ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, രോഗിയെ ചുമന്നുകൊണ്ട് പോയവരുടെ വിശ്വാസം നിമിത്തം അവിടുന്ന് ദീനക്കാരന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, ഈ ടീച്ചർ നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, നിന്നോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അവരോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവിടുന്ന് കരുണ തോന്നി ഈ കുഞ്ഞിനെ വിടുവിക്കും. അവൻ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓൾട്ടറിൽ ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ, ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ, 5600-ലധികം പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനു വേണ്ടി നമുക്കൊരു ടെലഫോണുണ്ട്. ഈ ഓൾട്ടറിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ ടെലഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ 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 ഹലോ, എന്റെ പേര് സഹീർ എന്നാണ്. ഞാൻ എറണാകുളം പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പേരൊരിക്കൽ കൂടെ പറയുമോ സാറേ? ഹലോ ഹലോ, പേരൊന്നുകൂടെ പറയുമോ? പേര് സഹീർ. ഓക്കെ, പേര് സഹീർ. പറഞ്ഞ എന്റെ പ്രോബ്ലം, എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ സാമ്പത്തിക മേഖലയും എന്റെ ബിസിനസ് മേഖലയും മൊത്തത്തിൽ സമീപിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ബിസിനസ് നടക്കുന്നില്ല, സാമ്പത്തികമായിട്ടൊന്നും പുരോഗതി വരുന്നില്ല. പിന്നെ എനിക്ക് ശാരീരികമായിട്ട് അസുഖങ്ങള്, വയറിന്റെ പ്രോബ്ലവും വയറിന്റെ ദഹനക്കേട്, അങ്ങനെയുള്ള ഒരുപാട് പൈൽസ്, ആസിഡിറ്റി, അങ്ങനെ വയറ് സംബന്ധമായ ഒരുപാട് പ്രോബ്ലങ്ങള്, പിന്നെ ടോൺസിസ്, ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങള്, അസുഖങ്ങളുണ്ട്. പിന്നെ ഈ മറ്റുള്ള ഈ തൊഴിൽ മേഖലയും മറ്റുള്ള ബിസിനസ് മേഖലയെല്ലാം പുരോഗതി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ഇന്ന് വിളിച്ചതിന് പ്രത്യേകം നന്ദി. ഏത് വടക്കൻ പറവൂരിൽ നിന്നാണോ വിളിക്കുന്നേ? എങ്ങനെയാണ്? ഏത് സ്ഥലത്തു നിന്നാ വിളിക്കുന്നേ? എറണാകുളം പറവൂര്. ഞങ്ങൾ മിക്കപ്പോഴും വരുന്ന ഒരു സ്ഥലമാ. ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനയിൽ ആ ദേശത്തും തന്നെ ഗുരുവായൂര്, മതിലകം മുതലായ ദേശങ്ങളിൽ നമ്മളോടൊപ്പമുണ്ട്. സഹീറിന്റെ ലോകരാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ ഇപ്പോൾ തന്നെ സഹീറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ സഹീർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത യേശുവിന്റെ കരം താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഞങ്ങളോട് ചേർന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് രണ്ട് കരമൊന്ന് ഉയർത്തി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. ലോകരാജ്യങ്ങൾ ആയിരക്കണക്കിന് ദൈവമക്കൾ ഞങ്ങളോട് ചേർന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകണം, ശാരീരികമായ ക്ഷീണങ്ങൾ മാറണം, സൗഖ്യമുണ്ടാകണം, വയറിന് സുഖമില്ല, ദഹനക്കേട്, പൈൽസ്, അസിഡിറ്റി, ടോൺസിലൈറ്റിസ് എന്നുവേണ്ട ധാരാളം രോഗങ്ങൾ. അദ്ദേഹത്തിന് ശബ്ദം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ആ സഹീറിന് വേണ്ടി അവിടുന്ന് അത്ഭുത പ്രവർത്തിക്കും. യേശുനാമത്തിൽ ആ യുവാവ് സൗഖ്യമാകട്ടെ, നന്മയുള്ളവനാകട്ടെ, ജീവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, തന്റെ കരം തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൽ ഉള്ള സമൃദ്ധമായ ജീവിതം ഈ യുവാവും അനുഭവിക്കട്ടെ. കർത്താവ്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ യേശു നിമിത്തം ആ ജീവിതത്തിന്റെ കുടുംബത്തിന് രക്ഷ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സഹീർ തീർച്ചയായിട്ടും യേശു താങ്കൾക്ക് കുടുംബത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യും. യേശുവിൽ വിശ്വസിക്കുക. രണ്ട് കരങ്ങളും ഞങ്ങളോട് ചേർന്ന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണാവുന്ന ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾ, 10,000-കണക്കിന് ജീവിതങ്ങളാണ് ഞങ്ങളോടൊപ്പം കഴിയുമെങ്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽ ആ സ്ക്രീനിലേക്ക് പോയിട്ട് ഓൾട്ടറിൽ ആ പടത്തിൽ തന്നെ ആ സ്ക്രീനിൽ വെച്ച് ഞങ്ങളോടൊപ്പം ആത്മാവിന്റെ ഐക്യതയോടെ ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ കരുണയുള്ള ദൈവമാണ്. കാർമേൽ പർവ്വതത്തിൽ നിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടണം, അങ്ങയുടെ ആത്മാവിന് അഗ്നി ഇറങ്ങണം. അതത് വിഷയങ്ങളുടെ മേല്, അതത് വ്യക്തികളുടെ മേല്, അതത് കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. ആത്മിക ഭൗതിക മേഖലകളിൽ അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ
ഗൗരവം നൽകി ദൈവത്തിന്റെ മക്കൾ 24 മണിക്കൂർ വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഗ്രേസ് ചാപ്പൽ കുടുംബത്തിലെ ധാരാളം സമർപ്പിക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ അവരുടെ അസൗകര്യങ്ങൾ മാറ്റിവെച്ച് അവർ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വിടുവിൽ അനേകം ഉപവസിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ഈ നമ്പർ കൊടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറക്കരുത്, യേശുവിൽ നമുക്ക് ശുഭമായ ഞങ്ങളോട് ചേർന്ന് ഇവിടെ വന്ന ഒരു കത്ത് മിസ്റ്റർ ശിവു എറണാകുളത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു കത്ത്. വീട്ടിലെ 5ാമത്തെ മകനാണിത്. എന്റെ മൂത്ത സഹോദരന് 45 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. മൂത്ത സഹോദരിയുടെ വിവാഹം നടന്നു. 3ാമത്തെ സഹോദരി 41 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. 4ാമത്തെ സഹോദരന് അതിനടുപ്പിച്ച പ്രായമായി, വിവാഹം നടന്നിട്ടില്ല. ഇദ്ദേഹം LLBക്ക് ഈ ജൂണിൽ എക്സാം എഴുതുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മിസ്റ്റർ സാബു, യേശുവിന് പണിയാൻ കഴിയാത്ത ഒരു ജീവിതവുമില്ല. ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ യേശുവിന് കഴിയും. ഞങ്ങളോടൊപ്പം യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് അടയാളമാണ് നിങ്ങളുടെ 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ശാപഗ്രസ്തമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. നന്മയോ ഐശ്വര്യവും ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ജൂണിൽ നടക്കുന്ന എക്സാമിൽ നന്നായിട്ട് പഠിച്ച് അത് അവിടുന്ന് ഇടയാക്കുക. ഈ കുടുംബം യേശുവിനാൽ ഓരോ വ്യക്തികളും ആദരിക്കപ്പെടുന്ന കാണുവാൻ അവിടുന്ന് ഇടയാക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ഞങ്ങളോട് ചേർന്ന് യേശു എത്ര നല്ലവൻ. വീണ്ടും യേശു എത്ര നല്ലവൻ. എല്ലാവരും ചേർന്ന് യേശു എത്ര നല്ലവൻ. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്ന് രജനി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് രജനി എന്ന പേരുള്ള ഒരു സഹോദരിയാണ്. പക്ഷേ ആ സഹോദരിയായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതെന്നെ സ്പർശിച്ചു. പറയുമോ പ്രമോദേ? പക്ഷേ ആ സഹോദരി ഹസ്ബൻഡ് മരിച്ചുപോയി. അവര് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. അപ്പന് ക്യാൻസർ, സഹോദരിക്ക് യൂട്രസിൽ മുഴ. അതെ പാസ്റ്റർ, അതെ പാസ്റ്റർ. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. അവര് കുറച്ച് പൈസ അവരെ കൊണ്ട് കഴിയുന്നത് അവര് ഇതിന് അയച്ചു തരുവാന്ന് പറഞ്ഞു. രജനി, ഇവിടെ വരുന്ന ഓരോ കത്തും ഞാൻ വളരെ ശ്രദ്ധ കൊടുത്ത് വായിക്കും. അതിനകത്തെ ഓരോ വാക്കുകളും ഞങ്ങൾ ശ്രദ്ധിക്കും. അതിനകത്ത് പ്രധാനപ്പെട്ടത് മുഴുവൻ ഞങ്ങൾ വരയിട്ട് ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ ശ്രദ്ധിച്ച് ഞങ്ങളുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ എന്നോടൊപ്പം സഹോദരന്മാർ അത് ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ടെലഫോണിൽ സംസാരിച്ച് എല്ലാ വിവരങ്ങളും പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ കത്തുകൾ വിശദമായി എഴുതുമോ? നിങ്ങളുടെ ഭാരങ്ങൾ എഴുതി അറിയിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങളത് വായിക്കും. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ ഒരു ആഗ്രഹം ഇതൊരു കാരണവശാലും നിർത്തരുത്. അവരുടെ പൈസ ഉണ്ടായിട്ടില്ല. ഇതിൽ കാണുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം, ബലം, മുമ്പോട്ട് പോലുള്ള ധൈര്യം അവർക്ക് കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. പ്രേയിങ് കേരളയെ വിളിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രേയിങ് കേരള. കാരണം മനസ്സിന് സന്തോഷം കിട്ടുന്നു, ആത്മാവിൽ സന്തോഷം കിട്ടുന്നു, ശരീരത്തിൽ സൗഖ്യം കിട്ടുന്നു. അത് മുഴുവൻ നൽകുന്ന, ടോട്ടൽ ഹെൽത്ത് നൽകുന്നത് യേശു മാത്രമാണ്.
ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ഇവിടെ വരെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്, ലോകത്തിൽ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ കഴിഞ്ഞത് ഒറ്റ കാരണമേ ഉള്ളൂ, യേശു. യേശു. രണ്ട് കരങ്ങളും ഉയർത്തി യേശു, യേശു. പ്രമോദ്, നമുക്ക് ആ രജനിക്കായി പ്രാർത്ഥിക്കാൻ നോക്കിക്കേ. പ്രമോദ് പറഞ്ഞത് സത്യമാ. എന്റെ കുടുംബം ആകെ തകർന്ന നിലയിലാണ്. സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലെ താമസം. എന്റെ അച്ഛന് ക്യാൻസർ, ചേച്ചിക്ക് യൂട്രസിൽ മുഴ, വല്ലാതെ ക്ഷീണിച്ച അവസ്ഥ, സാമ്പത്തികമായി ഒന്നുമില്ല. എങ്കിലും ബ്രെയിൻ കേരളയിലേക്ക് എനിക്ക് ലഭിക്കുന്ന തുച്ഛമായ ഒരു വരുമാനത്തിൽ നിന്ന് ഒരു തുക ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആ സഹോദരി അയക്കാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച ലോകരാജ്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രജനി എന്ന് പറയുന്ന സിസ്റ്ററിന്റെ കുടുംബത്തിനായി, അസിസ്റ്റന്റായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ നിന്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കർത്താവേ, അവരുടെ കരങ്ങളിൽ നീ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അറിയപ്പെടാത്ത വഴികള്, കർത്താവേ, വലിയ നന്മകള്, സ്വർഗീയ സമാധാനം, കർത്താവ് യേശുവിൻ നാമത്തിൽ ആ കുടുംബം, ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ വ്യക്തമായി അനുഭവിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കരുതൽ കർത്താവേ ആ കുടുംബം ഓരോരുത്തരും അനുഭവിക്കുമാറാകട്ടെ. കർത്താവേ, ആ പിതാവിന്റെ മേൽ ഉള്ള ക്യാൻസർ എന്ന രോഗം യേശുവിൻ നാമത്തിൽ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ. കർത്താവേ, ആമേൻ. ഒരു ടെലിഫോൺ ഉണ്ട്. ഹലോ ഹലോ ഹലോ. ആ സിസ്റ്റർ പറഞ്ഞാണ്ട്. ഹലോ ഹലോ ഹലോ. ആ ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറച്ച് വെച്ചിട്ട്. ഹലോ, ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് പറഞ്ഞാണ്ട്. ഹലോ 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 ഹലോ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് വിളിക്കുന്നത്. ഹലോ ഹലോ. ഓക്കെ, ആ വോളിയം ഒന്ന് കുറച്ച് ഞാന് എന്റെ ഹസ്ബൻഡിന്റെ കേറ്ററിംഗിന്റെ സർവീസ് ആണ്, കേറ്ററിംഗിന്റെ പരിപാടിയാണ്. ഹസ്ബൻഡിന്റെ കേറ്ററിംഗിന്റെ പരിപാടി. അപ്പൊ അത് ഈ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി തകർച്ചയുടെ ഒരു വശത്തിലാണ്. അതിനുവേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും. സിസ്റ്റർ പേരെന്താ? ഹലോ ഹലോ, പേരെന്തായിരുന്നു? എന്റെ പേര് മിനി, ഹസ്ബൻഡിന്റെ പേര് തമ്പാൻ. മിനി ആൻഡ് തമ്പാൻ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മിനി ആൻഡ് തമ്പാൻ ദമ്പതികൾ, നിങ്ങളെ യേശു അനുഗ്രഹിക്കും. യേശുവിൽ നിങ്ങൾക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശു നമുക്ക് നൽകുന്നത് ജീവനും സമൃദ്ധമായ ജീവനുമാണ്. ഞങ്ങളോട് ചേർന്ന് ആ യേശുവിൽ ജീവിതത്തെ സമർപ്പിച്ച് ഇന്ന് പകൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് ലോകത്തിൽ അനേകായിരങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ യേശു ലക്ഷ്യബോധമുള്ളവരാ ജീവിക്കുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. അതേ യേശു നിങ്ങളെ ഇന്ന് തന്നെ അത്ഭുതകരമായി വിടുവിക്കും. യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. മിനി തമ്പാൻ ദമ്പതികൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നിത്യ ജീവൻ, യേശുവിന്റെ സമൃദ്ധമായ ജീവൻ അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. കടഭാരം മാറട്ടെ. ബിസിനസ് ഉയർച്ചയുണ്ടാകട്ടെ. അവർ അനേകർക്ക് അനുഗ്രഹമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. തീർച്ചയായിട്ടും മിനി തമ്പാൻ ദമ്പതികൾ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിനായി നിങ്ങൾ ജീവിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവല്ലയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം വേണം. മകന്റെ മദ്യപാനം മാറണം. കൊച്ചുമക്കളുടെ പഠനം അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ എൽസയുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മണ്ഡലത്തിലും ഒരു സ്വസ്ഥത ഉണ്ടാകട്ടെ. സമാധാന പ്രഭുവിന്റെ സമാധാനം കൊണ്ട് വെളിപ്പെട്ടു വരുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവിക പരിജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അതങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ
കോഴഞ്ചേരിയിൽ നിന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുടുംബ പ്രശ്നങ്ങളാണ്. ഒരു കുഞ്ഞുണ്ടായിരുന്നു, മരിച്ചുപോയി. ഭർത്താവുമായി ഇപ്പോൾ ഒരു പിണങ്ങിയ അവസ്ഥയിൽ ഇരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ, യേശുവിന്റെ കരം കർത്താവെ ആ കുടുംബത്തിന്റെ മേലെ ഇറങ്ങാട്ടെ അപ്പച്ചാ. ആ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സന്തോഷവും ആ കുടുംബത്തിലേക്ക് വരട്ടെ. ആ വേർപിരിഞ്ഞു പോയ ദമ്പതികൾ കർത്താവെ യേശുവിനെ ഒന്നിക്കട്ടെ അപ്പച്ചാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വ്യക്തമായി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മകളുടെ ഭാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ. നല്ലൊരു വിവാഹം നടക്കുവാനിടയാകട്ടെ. കർത്താവേ, ആൻസൺ അയച്ച പൈസ എത്രയും വേഗം അവരുടെ കരങ്ങളിൽ ലഭിപ്പാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ചന്ദ്രിക തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകൾക്ക് ബ്രസ്റ്റിൽ മുഴ, ഇളയ മകൾക്ക് കാതിന്റെ പിറകിൽ ഒരു മുഴയുണ്ട്. മൂത്ത മകൾക്ക് സെക്കൻഡ് ഇയർ നേഴ്സിന്റെ റിസൾട്ട് നല്ലതാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ആ മക്കളുടെ മേലൊന്ന് വെച്ചാട്ടെ വെച്ചാൽ ആ മുഴകളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, നീ അവരെ അനുഗ്രഹിച്ചാട്ട്, ശാരീരികമായി അനുഗ്രഹിച്ചാട്ട്, അപൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട്. ആ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഭാവി നീ അനുഗ്രഹമാക്കിയാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ ഒരു ഫോട്ടോ സഹിതമാണ് ഒരു കത്ത് ഇവിടെ വന്നിരിക്കുന്നത്. മകൻ 20 ലക്ഷം രൂപ ഉണ്ടായിരുന്ന വസ്തു വിറ്റിട്ട് 20 ലക്ഷം രൂപ കുടിച്ച് നശിപ്പിച്ച് ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നു. ആ മാതാവ് വളരെയധികമായി വിഷമത്തിലൂടെ കടന്നു പോകുന്നു. ബാക്കി ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ട യുവാവ് എവിടെയാണെങ്കിൽ അവിടുത്തെ സ്നേഹത്താൽ ആ ജീവിതത്തെ അവിടുന്ന് കടന്നു പിടിക്കണം. ഇന്ന് തന്നെ രൂപാന്തരപ്പെടുത്തുന്ന യേശു അവന്റെ ജീവിതത്തിൽ സമൃദ്ധമായ ജീവൻ നൽകി അവനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, യേശുവിൻ നാമത്തിൽ. ശശി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മദ്യപാനത്താൽ ഭാരപ്പെടുന്നു. 10 വർഷമായി സമാധാനമില്ല. ജീവിതം അവസാനിപ്പിക്കുവാൻ തോന്നുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല നുഖങ്ങളും കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. ദൈവിക സ്വസ്ഥയും സമൃദ്ധിയും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവനിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. താങ്കൾ ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. ലിയ മാങ്ങാനത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. നേഴ്സിംഗിന്റെ എക്സാം ആണ് ഇന്ന്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എക്സാമിന്റെ കൂടെ ഇരുന്നാട്ട് നല്ലൊരു ബുദ്ധി പ്രകാശിപ്പിച്ചാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരന്റെ ഓപ്പറേഷൻ വിജയകരമായി നടന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. വത്സല ട്രിവാൻഡ്രത്തു നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. വലിയ 3 കല്ലുകൾ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി മാറി. തുടർന്നും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്. 100 കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ ടെലഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അഥവാ സമയത്തിന്റെ പരിമിതിയിൽ ഈ സ്ക്രീനിൽ നിങ്ങളുടെ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതോർത്ത് വിഷമിക്കരുത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കൾ തുടർന്നും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. ഒരു ടെലഫോൺ ഉണ്ട്. ഹലോ 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 പറഞ്ഞാട്ട് പറഞ്ഞാട്ട് വേഗം പറഞ്ഞാട്ട്. ഹലോ, ഇന്ന് എബ്രഹാം കെ ചെറിയാൻ ആൻഡ് ലിയാമ എബ്രഹാം. ഈ വീട്ടിലെ കുറച്ച് കടപ്പാടുണ്ട്. വൈഫിന് നല്ല സുഖമില്ല. ഹലോ ഹലോ കേക്കാം, പറഞ്ഞാട്ട്. ബാലരാമപുരത്താണ്. പിന്നെ വൈഫിന് നല്ല സുഖമില്ല. എന്നിട്ട് ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? അപ്പം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതെ അതെ വെക്കാം. പറഞ്ഞാട്ട്, വേഗം പറഞ്ഞാട്ട്. ഹലോ ഹലോ ബാലരാമപുരത്താണ്. ബാലരാമപുരം. പറഞ്ഞാട്ട്. ഹലോ ബാലരാമപുരം. ബാക്കി പറഞ്ഞാട്ട്, വേഗം പറഞ്ഞാട്ട്. വൈഫിന് നല്ല സുഖമല്ല. എപ്പോഴും തലവേദനയും പ്രയാസവും. പിന്നെ ഒരു വീട് വെക്കാൻ വേണ്ടിയുള്ള പ്രയാസം, കുറച്ച് കടപ്പാടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കും. എന്താ പേര്? ജസ്റ്റിൻ രാജ്. ജസ്റ്റിൻ രാജ്. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രവർത്തിക്കും. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ അനുഭവിക്കുന്ന എല്ലാവിധ ശാരീരിക മാനസിക കെടുതികളിൽ നിന്ന് അവരെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അവർക്ക് സ്വന്തമായി ഭവനമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ബാലരാമപുരം, കാട്ടാക്കട, ഒരുപാട് തെക്കൻ മേഖലകളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ കർത്താവിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസൻ ജിം ഡൽഹിയിൽ നിന്ന് നമ്മുടെ കൂടെ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ജിമ്മിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു പാസ്റ്ററെ. അപ്പോൾ തന്നെ പാസ്റ്ററെ മിഡിൽ ഏജ് കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ജിം പ്ലീസ് കം. Middle age couples. ഇന്ന് Abraham Gachurian, Mr. Abraham Gachurian and Leela Abrahamന്റെ 43rd wedding anniversary പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ പുതിയ വെഡിങ് ആനിവേഴ്സറി ഡേയിൽ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും കൊണ്ട് ദൈവം അവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പിതാവിനെയും മാതാവിനെയും അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ടവരെ നിറയ്ക്കും. അവരുടെ തലമുറ ഓരോരുത്തരും ക്രിസ്തുവിൽ പ്രസിദ്ധമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഇന്ന് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സമയത്തിന് ഭയങ്കര പ്രയാസമുണ്ട്. എനിക്കറിയാം പാസ്റ്റർ നല്ല മെസ്സേജുമായി വന്ന്. പാസ്റ്ററെ, ഇന്നലത്തെ മെസ്സേജ് വളരെ ശ്രേഷ്ഠമായിരുന്നു. ധാരാളം ആളുകൾ വിളിച്ച് ലഭിച്ച പുതിയ പാഠങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. Come on, please share with us what the Lord has laid in your heart. Come on. Today we'll pray for the nations. Oh, come on. രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. In Jeremiah it says, seek for the peace of the land that you are in. ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. It's a call upon the church or the believers to pray for the nations. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ഒരു ക്ഷണമാണ്. In 1 Timothy it says, pray for all men. All people. എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. Let's begin to pray for our nations. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Because we are people called to bless. കാരണം നമ്മളെ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. So we are going to this morning we are going to bless this nation. So നമ്മുടെ രാജ്യത്തെ നമുക്ക് ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. Wherever you are, let's start blessing this nation. എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിലും കഴിയുമെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് വലത് കരങ്ങൾ ദൈവത്തിന്റെ ഉയർത്തി വാതുറന്നുറക്കെ പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ രാജ്യമായ ഇന്ത്യയെ ഞാൻ അനുഗ്രഹിക്കുന്നു. Lord, bless my nation of India. കർത്താവേ, ഞങ്ങളുടെ രാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ചാട്ടെ. Let every state in this nation be blessed. എല്ലാ ഈ രാജ്യത്തിലെ ഓരോ സംസ്ഥാനവും അനുഗ്രഹിക്കപ്പെടട്ടെ. Bless the government. ഗവൺമെന്റിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. The central and the state governments. സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We pronounce your blessing upon them, O God. അനുഗ്രഹങ്ങൾ ഞങ്ങൾ അവരുടെ മേൽ പ്രഖ്യാപിക്കുന്നു. We pray for the people in authority, people in business. അധികാരത്തിലും ബിസിനസ്സിലും ആയിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Lord, we pray that you would bless them. അവരെ അനുഗ്രഹിക്കണമെന്ന്. Let our nation of India be blessed. ഞങ്ങളുടെ രാജ്യം മുഴുവനായി അനുഗ്രഹിക്കപ്പെടട്ടെ. Father, we just thank you because you are a God who is going to bless us. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Right now we will pray for the water scarcity in Kerala. നമ്മൾ കേരളത്തിലുള്ളതായ വെള്ളത്തിന്റെ ദൗർലഭ്യത മാറേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചു, കോട്ടയത്ത് മഴ പെയ്തു പോരാ, സമൃദ്ധമായ മഴ നമുക്ക് കേരളം മുഴുവൻ ദൈവം നൽകും. വെള്ളത്തിന്റെ ദൗർലഭ്യത മാറണം. God is a God of miracles and he can do great miracles even today. അത്ഭുതങ്ങളുടെ കർത്താവ് ഇന്ന് യേശു ഈ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. If water can come out of the rock, it is going to come in the wells as well. പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ദൈവം നമ്മുടെ സംസ്ഥാനത്ത് ഈ അത്ഭുതം ചെയ്യും. Those who are watching right now, if their wells are empty, just begin to pray, God, I want water in my well. ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല എങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട് നിങ്ങളുടെ കിണറ്റിനകത്ത് സമൃദ്ധമായ ജലം. Father God, we just pray right now. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Thank you for the authority that you have given to your children. കർത്താവേ, നിന്റെ ജനത്തിന് നീ തന്നിരിക്കുന്ന അധികാരത്തിന് നന്ദി പറയുന്നു. Lord, when people call upon you, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചു, let there be no scarcity
of water in this state, oh God. ഈ സംസ്ഥാനത്തുള്ള വെള്ളത്തിന്റെ ദൗർലഭ്യത. For those of you who are watching us, ഇന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നവർ, let their wells not be empty, oh God. അവരുടെ കിണറുകൾ സമൃദ്ധമായി വെള്ളം, Let there be water, let there be abundance of water in their wells. അവരുടെ കിണറുകളിൽ സമൃദ്ധമായി വെള്ളം ഉണ്ടാകട്ടെ. And let it be a miracle this morning in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് അടയാളമായി തീരട്ടെ. Let it be a miracle in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് അത്ഭുതമായി സംഭവിക്കട്ടെ. Amen. 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 Pastor, thank you so much. I know you are living tonight. God will use you. കർത്താവ് താങ്കളെ ശക്തമായി ഉപയോഗിക്കും. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുവാൻ സന്മനസ് കാട്ടുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുവരെയും ഒരു പ്രാർത്ഥന പങ്കാളിയാകുവാൻ ഞങ്ങളോട് കൂടെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് അറിയിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പകൽ മുഴുവൻ സഹോദരങ്ങൾ ഫോണിലുണ്ടാകും. വിളിച്ചു പറയുക. ഇവിടെ വരുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ലഭിക്കാതിരിക്കാം. വിഷയങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലോകരാജ്യങ്ങളിലുള്ള ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ചാർച്ചക്കാരെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കേരളത്തിന്റെ അഡ്രസ് അയച്ചു കൊടുക്കുക. യൂട്യൂബില് 24 മണിക്കൂറും ഇറ്റ്സ് അവർ ടൈം TV, YouTube/It's Our Time TV എന്ന വിലാസത്തിൽ ആർക്കും ലോകത്തിന്റെ ഏതു രാജ്യത്തിൽ നിന്നും ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് ഷിജി വിളിച്ചിരിക്കുന്നു. സൗദിയിലേക്ക് ജോലിയിലായിരിക്കുന്ന അനിയന് പുതിയ സ്പോൺസർഷിപ്പ് ലഭിക്കണം, ഇല്ലെങ്കിൽ അവിടെ ജോലിയിൽ തുടരാനാവില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ സഹോദരനെ പ്രാർത്ഥിക്കുന്നു. പുതിയ സ്പോൺസർഷിപ്പ് എത്രയും വേഗം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ അവിടെ വഴി തുറന്നതിനെ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ട മേഴ്സി എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. അവരുടെ ടിവിയിൽ ഹാർവസ്റ്റ് ചാനൽ കിട്ടുന്നില്ല. അത് കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് ചാനൽ കർത്താവർക്ക് ലഭിക്കാൻ സഹായിക്കണം. അവർക്ക് മാത്രമല്ല കർത്താവേ, കേരളത്തിലുള്ള സകല ഭവനങ്ങളിൽ അത് എത്തുവാനും കർത്താവ് യേശു നൽകുന്ന വിടുതൽ അനുഭവിപ്പാൻ അത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മണി മണർകാട് മകന് ബികോമിന് എക്സാം ആണ്. മകൾക്ക് പനിയും ശരീരവേദനയും പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ മകൻ നന്നായിട്ട് എക്സാം എഴുതട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ഉയർന്ന റാങ്ക് കരസ്ഥമാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കോട്ടയം പട്ടണത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കും. നാളെ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിലായിരിക്കണം. ദൈവവചനം വായിക്കണം. അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ജീവിതത്തിൽ യേശുവിന്റെ മഹത്വത്തിന്റെ നാളുകളായത് മുമ്പൊരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദൈവപ്രവൃത്തിയുടെ നാളുകളായത്. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് പറ, എന്നെ അഭിഷേകം ചെയ്യണമേ യേശുവേ. ആത്മാവിനെ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകട്ടെ. എല്ലാ നിലയിലും എല്ലായ്പ്പോഴും ഓരോരുത്തരും ഉയർച്ചയും നന്മയും സ്വസ്ഥതയും അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിലുള്ള ശുഭമായ ഭാവി യേശുവിൽ വിശ്വസിച്ച് നമുക്ക് അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഇതുവരെയും യേശുവിനായി താങ്കളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് യേശുവിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ദിവസമാകട്ടെ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്നവർ ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകി. യോഹന്നാൻ 3:16 ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം യേശുവിനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. താങ്കളെ യേശു സ്നേഹിക്കുന്നു, നമ്മെ യേശു സ്നേഹിക്കുന്നു, എന്നെ യേശു സ്നേഹിക്കുന്നു, കേരളത്തെ യേശു സ്നേഹിക്കുന്നു, ഇന്ത്യ യേശു സ്നേഹിക്കുന്നു, ലോകരാജ്യങ്ങളെ യേശു സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു.